എനിക്ക് എന്റെ കാര്യത്തിൽ തന്നെ പൂർണ്ണമായിട്ട് 100% ഉറപ്പ് അയാള് എനിക്ക് ഇഷ്ടമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് പോലും പിന്നെ അയാൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പൊതുവാൾജി എനിക്ക് ചോര കളക്കണ്ടട്ടാ. കൂൾ ഡൗൺ കാർത്തി, കൂൾ ഡൗൺ. നമുക്ക് പിന്നെ നിയമപരമായി തന്നെ ഒതുക്കാം. രണ്ടാമത്തെ പ്രാവശ്യം അയാൾ റിപ്പീറ്റ് ചെയ്ത്, രണ്ടാമത്തെ പ്രാവശ്യം എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം നമുക്കൊരു കാര്യം ഉറപ്പിക്കാതെ ചോദിക്കാൻ പറ്റില്ലല്ലോ. കുറച്ച് നേരമായിട്ട് ഞാൻ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടിട്ട്. ഇപ്പൊ ഇദ്ദേഹം നിങ്ങൾ വീഡിയോ ചിത്രീകരിച്ച ഈ ആരോപണം നേരിട്ട വ്യക്തി ആത്മഹത്യ ചെയ്തു, ജീവനൊടുക്കിയുള്ള വിവരമാണ് വരുന്നത്. ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. നിങ്ങൾ മനുഷ്യനോ മൃഗമോ? സാറെന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. അതായത് അത് ഒരു ബാഡ് ന്യൂസ് ആയിപ്പോയി, ഞാൻ പ്രതീക്ഷിച്ചില്ല. അയ്യോ, അതെന്താ അങ്ങനെ പ്രതീക്ഷിക്കാത്തെ? കൊന്നല്ലോ, സന്തോഷമായില്ലേ? വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഇല്ലെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. തലയ്ക്കകത്ത് ആൾതാമസം വേണം. 5 വർഷം ജനപ്രതിനിധിയായിട്ട് നിന്നൊരു വ്യക്തിയാണത്രേ. ചൊറിഞ്ഞു കയറുന്ന എനിക്ക്. അയാള് എന്താണ് ഡിവോഴ്സ് ചെയ്യാണ്, എന്താണ് വൃദ്ധരായ മാതാപിതാക്കളെ നോക്കുന്ന ഒരാളാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിന്റെ ചുറ്റുപാടുള്ള ആൾക്കാർക്കും അദ്ദേഹത്തിന് അറിയുന്ന ആൾക്കാർക്കൊന്നും അദ്ദേഹത്തിനെ കുറിച്ച് മോശമായ അഭിപ്രായമില്ല. ഇത്രയും തങ്കപ്പെട്ട സ്വഭാവമുള്ള ഒരു ചെറുപ്പക്കാരന് ആ നാട്ടിലും മഷീട്ട് ഒക്കെ കിട്ടില്ല. വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്. നമ്മളെല്ലാം ഏതെങ്കിലും രീതിയിൽ ദീപകിനെ പിന്തുണയ്ക്കണം, സപ്പോർട്ട് ചെയ്യണം. യദം വലം നോക്കാതെ ചെയ്തിരിക്കും. നാളെ നമ്മൾ ഇതേപോലൊരു ബസ് യാത്രയ്ക്ക് പോകുമ്പോൾ ഒരു പെൺകുട്ടി എടുത്ത് വൈറലാകാൻ വേണ്ടി, റീച്ചിന് വേണ്ടി നമ്മുടെ ജീവിതം നശിപ്പിക്കുകയും നമ്മൾ ആത്മഹത്യയിലേക്ക് പോകുന്ന ദുരവസ്ഥ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിത് ചെയ്യേണ്ടത്. എന്റെ കയ്യിൽ അവനെ കിട്ടിയേ ഞാൻ അവനെ അരിഞ്ഞു മുളകിട്ട് അങ്ങനെ തിന്നിടോ. ശക്തമായ നടപടികൾ ഈ വിഷയത്തിൽ ആവശ്യമാണ്. ദീപകിനോടൊപ്പം തന്നെയാണ്. ദീപകിന് വേണ്ടി നമ്മൾ പോരാടണം. പോലീസിന് പരാതി ഓൾറെഡി നൽകിയിട്ടുണ്ട്. ചതിച്ചോ ഭഗവാനെ? സെൻട്രൽ ജയിലിൽ കിടന്ന് ഗുണ്ട് തിന്നേണ്ടി വരുമോ? അതൊക്കെ സഹിക്കാം. പുതിയ സർക്കിളിൽ ഇടി ഓർക്കുമ്പോഴാ. അയാൾ ഒരിടിക്ക് 1.5 ടൺ കഴിച്ചാ. ഇപ്പൊ അത് 2.5 ടണ്ണായിട്ടോ.